ഹായ് എല്ലാവർക്കും നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ്. പാപനാശം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലാണ്. ഈ പാപനാശം എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ രീതികളും എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ക്ഷേത്രം. ഇവിടെ എന്തോ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിനോവേഷനായിട്ട് നടക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേനുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം കാണുക കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തെ മലനിരകളും അഗസ്ത്യമല ഇതാണെന്നും എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പാപനാശത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം കാണുന്നതാണ് പാപനാശം. ഇവിടെ പാപനാശത്തിൻ്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അഗസ്ത്യർ ഫോൾസ് ഒക്കെ നേരെ പോയിട്ടുണ്ടെങ്കിലുണ്ട്. അപ്പം ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപനാശം കേട്ടോ. ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് അറിയാലോ. പാപനാശം എന്ന് പറയുമ്പോഴത്തേന് തന്നെ ഇവിടുത്തെ ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് തമിഴ് ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത്. നമ്മൾ മലയാളീസ് എവിടെയും കാണുന്നില്ല. കാരണം ഓരോരുത്തരുടെ രീതികളും അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇട്ടേക്കുന്ന കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും മലയാളീസ് ഏതാണ്, തമിഴ് ആളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നല്ല റഷാണ്. ഒരു ഉച്ചയായ സമയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ സൈഡിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ ക്ഷേത്രം. എത്രയോ മീറ്ററോളം നീളമുള്ള മതിലാണ് ഈ ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട് പുറത്ത്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഒതുങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. ശരിക്കും ഇതൊരു കൾച്ചറൽ പ്ലേസ് ആണ്. കാരണം പാപനാശത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങൾ അകറ്റുവാനും ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പാപത്തെ അകറ്റി വീണ്ടും നമ്മൾ ഒരു പുനർജീവനം കിട്ടുന്ന ഒരു കൾച്ചറാണ്. ഈ കാണുന്നതാണ് പാപനാശത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം. ബാക്കിലൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ശരിക്കും തീർത്ഥാടകരായിട്ട് വന്നിട്ട് അവരുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബലിയർപ്പണവും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പാപങ്ങളൊക്കെ അകറ്റുവാനും ഒക്കെ വന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളീസൊക്കെ ഇവിടെ കാണാൻ വളരെ ചാൻസ് കുറവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വളരെ വ്യത്യസ്തമായിട്ടൊരു രീതിയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് താമരഭരണി പുഴ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളെ അകറ്റാം എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെ ഇതിനെ പറ്റിയിട്ട് വേറെയും ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അധികം പറയുന്നില്ല. പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൂടുതൽ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപനാശത്തെ പറ്റി അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്ന് കണ്ടപ്പോഴത്തേന് ഈ പാപങ്ങൾ അകറ്റുന്നതിനപ്പുറം ഈ പുഴയിൽ മുങ്ങിക്കുളിച്ച്, കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പം അതിൽ മുങ്ങിക്കുളിച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളാണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് വരുമ്പോഴും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് മുങ്ങിക്കുളിച്ച് എണീറ്റ് കഴിയുമ്പോഴത്തേന് മുകളിൽ വിശ്രമിക്കാനായിട്ടുള്ള പന്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പൂജയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു കുഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. ഞാനൊരു ആലിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടൊരു നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പീസ്ഫുൾ ആവാൻ പറ്റും. അടിപൊളിയാണ്.
ഭയങ്കര തിരക്കാണ് കേട്ടോ. അതാ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ക്ഷേത്രത്തിൻ്റെ എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊന്നും അധികം ഒപ്പിയെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പതിയെ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. എനിവേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപനാശം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഞങ്ങൾ ഒരുപാട് സന്തോഷവാനാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കൾച്ചറും ഇവിടുത്തെ രീതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതാണ് ഓരോ യാത്രയുടെയും ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടുത്തെ ആ രീതികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് നിങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.